പട്ടികയിൽ കൂട്ട വെട്ടിനിർത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയം കളിച്ചു. അങ്ങനെ നിരവധി പ്രതിഭകൾക്കും മാധ്യമപ്രവർത്തകർക്കും ബിഷപ്പുമാർക്കും പുരസ്കാരം നഷ്ടപ്പെട്ടു. സംസ്ഥാന സർക്കാർ അവരുമായി ബന്ധമുള്ളവരടക്കം 50 പേരുടെ പട്ടികയാണ് നൽകിയത്. RSS ഇടപെട്ട് ഇതെല്ലാം വെട്ടിനിർത്തിയെന്നാണ് സൂചന. സാഹിത്യകാരൻ MD വാസുദേവൻ നായർ, നടൻ മമ്മൂട്ടി, നടി KPSC ലളിത തുടങ്ങിയവരെ ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ ഒഴിവാക്കി. നോട്ട് നിരോധനത്തിലടക്കം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയതോടെയാണ് MD സംഘപരിവാറിന്റെ കണ്ണിലെ കരടായത്. പ്ലാസ്റ്റിക് മണി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു. മമ്മൂട്ടി CPMന്റെ നിയന്ത്രണത്തിലുള്ള കൈരളി TVയുടെ ചെയർമാനാണ്. KPSC ലളിത കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സണും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നതുമാണ്. പ്രാദേശിക എതിർപ്പ് കാരണമാണ് അന്ന് പിന്മാറിയത്. ഇവർക്കെല്ലാം പുറമെ ലത്തീൻ അതിരൂപത തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ M സൂസപാക്യം, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, മാധ്യമപ്രവർത്തകൻ K മോഹനൻ എന്നിവരും ഒഴിവാക്കപ്പെട്ടു. അതേസമയം മോഹൻലാലിന് പത്മഭൂഷണും KG ജയന് പത്മശ്രീയും ലഭിച്ചു. സർക്കാർ നിർദ്ദേശിക്കാത്ത നമ്പി നാരായണൻ, KK മുഹമ്മദ്, സ്വാമി വിശുദ്ധാനന്ദ എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചിരുന്നു. MDക്ക് പത്മവിഭൂഷണും മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരടക്കം 9 പേർക്ക് പത്മഭൂഷണും KPSC ലളിത, നെടുമുടി വേണു അടക്കം 41 പേർക്ക് പത്മശ്രീയുമാണ് പിണറായി സർക്കാർ ശുപാർശ ചെയ്തത്. മുൻപും പത്മ പുരസ്കാര പട്ടികയിൽ നിന്ന് മമ്മൂട്ടിയെ വെട്ടിയിരുന്നു. അർഹരായ പലരുടെയും പേര് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാത്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നടൻ ജയറാമിന് തമിഴ്നാട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പത്മ പുരസ്കാരം കിട്ടിയത്. സംസ്ഥാന സർക്കാർ ഇത്തവണ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് MD വാസുദേവൻ നായരും, പത്മഭൂഷൺ പുരസ്കാരത്തിന് സുഗതകുമാരി, മോഹൻലാൽ, മമ്മൂട്ടി, മധു, റസൂൽ പൂക്കുട്ടി, പെരുവനം കുട്ടന്മാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഡോക്ടർ M ലീലാവതി, കലാമണ്ഡലം ഗോപി, പത്മശ്രീ സൂര്യ കൃഷ്ണമൂർത്തി, അന്നമനട പരമേശ്വരമാരാർ, ഇബ്രാഹിം വേങ്ങര, ചവറ പാറുക്കുട്ടി, സദനം കൃഷ്ണൻകുട്ടി നായർ, ഡോക്ടർ K ഓമനക്കുട്ടി, രമേശ് നാരായൺ, KG ജയൻ, P ജയചന്ദ്രൻ, കാനായി കുഞ്ഞിരാമൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, KPSC ലളിത, GK പിള്ള, നെടുമുടി വേണു, MN കാരശ്ശേരി, ആർച്ച് ബിഷപ്പ് ഡോക്ടർ M സൂസപാക്യം, ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ, അഷ്റഫ് താമരശ്ശേരി, മേരി എസ്തപ്പാൻ, KN ഗോപാലകൃഷ്ണ ഭട്ട്, വാണിദാസ് ഇളയാവൂർ, ഡോക്ടർ B ഇക്ബാൽ, K മോഹനൻ, MS മണി, T പത്മനാഭൻ, ഡോക്ടർ NVP ഉണ്ണിത്തിരി, ഡോക്ടർ ഖദീജ മുംതാസ്, C രാധാകൃഷ്ണൻ, MK സാനു, EP ഉണ്ണി, ഡോക്ടർ VP ഗംഗാധരൻ, K രാമൻ, മലയാറ്റൂർ സുകുമാരൻ വൈദ്യർ, ഡോക്ടർ TK ജയകുമാർ, ഡോക്ടർ N രാധാകൃഷ്ണൻ, ഡോക്ടർ P രവീന്ദ്രൻ, നിലമ്പൂർ ആയിഷ, IM വിജയൻ, അക്കിത്തം നാരായണൻ, PNC മേനോൻ എന്നിവരും അടങ്ങുന്ന പട്ടികയാണ് സമർപ്പിച്ചത്. പത്മ പുരസ്കാരം ലഭിച്ച ചിലർ തിരികെ നൽകുകയും ചെയ്തിരുന്നു. കേരളത്തിന് പുറത്തുള്ള എഴുത്തുകാരും സിനിമാ പ്രവർത്തകരുമാണ് ഇത്തരം നിലപാട് സ്വീകരിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്ന പൗരത്വ ബിൽ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പത്മ പുരസ്കാരം തിരികെ നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.